ഇതൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ഡിഷ് വാഷറിൽ ലോഡ് ചെയ്ത പാത്രങ്ങളാട്ടോ. ഇതൊക്കെ എന്തിനാ ഇപ്പം ഇവിടെ കാണിക്കണേ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഷ് വാഷറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിനിടയിൽ കുറേ കമൻസ് വന്നു. ഇതൊക്കെ ഇതിൽ ഇട്ടും എടുത്തും ഒക്കെ നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ വാഷ് ചെയ്യാം, പാത്രങ്ങൾ അപ്പം കഴുകുന്നതാണ് നല്ലതെന്നൊക്കെ. ഇതൊക്കെ കേട്ട ഡിഷ് വാഷർ എന്നോട് ചോദിച്ചെന്താണെന്നറിയോ, നിർത്തി അങ്ങ് അപമാനിക്കുവാണല്ലേ എന്ന്. ആദ്യത്തെ കാര്യം, ഡിഷ് വാഷറിൽ ഡെയിലി നമ്മളൊരു ടാബ്ലറ്റ് മാത്രമേ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, യാതൊരു പ്രയോജനമില്ലാതെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങി വെക്കുവോ? എൻ്റെ കാര്യം ഞാൻ പറയാട്ടോ, എനിക്ക് ചില ദിവസം കുക്കിംഗ് കൂടുതലായിരിക്കും, ചില ദിവസം കുക്കിംഗ് കുറവായിരിക്കും. എനിക്കറിയാം, പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ ഇതിലും കൂടുതൽ ജോലികൾ ചെയ്തിരുന്നു. എല്ലാം ശരി തന്നെയാണ്. ഞാനും തുടക്കം മുതലേ ഡിഷ് വാഷറിൽ പാത്രം കഴുകി ശീലിച്ച് വന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷെ നമ്മുടെ പ്രിഫറൻസുകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുമല്ലോ. കാലത്ത് ലഞ്ച് പാക്ക് ചെയ്ത് ഹസ്ബൻഡും കുട്ടിയൊക്കെ പോയതിനു ശേഷം ഞാൻ നേരെ ജിമ്മിലേക്കാണ് പോവാറ്. 8:30 ജിമ്മിലെത്തിയ ജിമ്മിലെ വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ചേർന്ന് സുംബ, കാർഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ 10:30 ആവും. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാൻ യൂട്യൂബ് വർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലീനിങ് വർക്കുകൾക്കൊക്കെ ആയിട്ടാണ് സമയം ചെലവഴിക്കാറ്. എൻ്റെ ഒരു ദിവസം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളത്. പാത്രം കഴുകി സഹായിക്കാൻ ഡിഷ് വാഷർ ഉള്ളത് കൊണ്ട് സമയലാഭം മാത്രമേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ.